ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ദ 5 ലവ് ലാംഗ്വേജസ് റിട്ടൺ ബൈ ഡോക്ടർ ഗാരി ചാപ്പൽ. ഗാരി ചാപ്പൽ എഴുതിയ 5 ലവ് ലാംഗ്വേജസ്, അതിനെക്കുറിച്ചാണ്. ആ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ്, അതിലെ ഉള്ളടക്കമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫാമിലി ലൈഫിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ശ്രദ്ധിച്ച്, എസ്പെഷ്യലി കപ്പിൾസ്, ഈ ഫാമിലി ഹസ്ബൻഡ് വൈഫ് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ. നമ്മൾ പറയുന്ന ചില വെർബൽ കോംപ്ലിമെൻറ്റ് നമ്മളെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നല്ലതായിട്ട് നമ്മളെ വൈഫിലോ ഹസ്ബൻഡിലോ തോന്നുന്നെങ്കിൽ അവർ അത് കോംപ്ലിമെൻറ്റ് ചെയ്യണം. അത് അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. എൻകറേജിങ്, ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിരുത്സാഹപ്പെടുത്താതെ അവരെ എൻകറേജ് ചെയ്യുക. എന്തെങ്കിലും സെറ്റ് ബാക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നിന്നെ കൊണ്ടൊക്കും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു എൻകറേജ്മെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അപ്രീസിയേഷൻ, എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുമ്പോൾ അതിനെ അപ്രീസിയേറ്റ് ചെയ്യണം, പുകഴ്ത്തണം. അത് ആദ്യത്തെ പോയിൻ്റ്. എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വൈഫിൻ്റെ അടുത്താണെങ്കിൽ ഹസ്ബൻഡ് പറയും ഐ ലവ് യു, അല്ലെങ്കിൽ യു ഡൺ എ ഗുഡ് ജോബ്, ചെയ്ത ജോലി കൊള്ളാം, വളരെ വെൽഡനായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ആ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ നല്ല ബോണ്ടിങ് ഉണ്ടാവുകയും അപ്പോൾ അത് മറ്റുള്ള എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ഇതിൽ ബാലൻസ് ചെയ്തു പോവുകയും. അപ്പോൾ ഇത് 5 ലാംഗ്വേജസിൽ, ലവ് ലാംഗ്വേജസിൽ ആദ്യത്തേതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തേതെന്ന് പറയുന്ന ആക്ട് ഓഫ് സർവീസ്. ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ വൈഫ് കുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടെ ചെന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം, അത് വളരെ ക്ലീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലവ് ലാംഗ്വേജസിൽ രണ്ടാമത്തതാണ്. മൂന്നാമത്തത് റിസീവിങ് ഗിഫ്റ്റുകളെന്ന് പറഞ്ഞാൽ പരസ്പരം ഹസ്ബൻഡായിരുന്നാലും വൈഫായിരുന്നാലും എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ അവരുടെ ആവശ്യം ഇല്ലാതെ തന്നെ നമ്മൾ അറിഞ്ഞ് എന്തെങ്കിലും അവർ കൊടുക്കുമ്പോഴത്തേക്ക് പരസ്പരം രണ്ടുപേരും, ഹസ്ബൻഡാണെങ്കിൽ വൈഫാണ് ഹസ്ബൻഡിന് കൊടുക്കുന്നതെങ്കിൽ ഹസ്ബൻഡിന് ഒരു തോന്നൽ അവൾ എന്നെക്കുറിച്ച് ഓർക്കുന്നല്ലോ, തിരിച്ചും അതേപോലെ. അപ്പം മറ്റുള്ള ന്യൂനതകൾ, എന്തെങ്കിലുമൊക്കെ ഡ്രാബാക്സ്, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും അത് ഇതിൽ കൂടെ അവർ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതും കൂടെ ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ വളരെ ഈസിയാണ് റിലേഷൻ പെട്ടെന്ന് സ്പ്ലിറ്റ് ആവുന്നതിന്. അപ്പോൾ ഈ ടിപ്പുകൾ, ഇതൊരു ഇൻഫർമേഷൻസാണ്. അപ്പോൾ അത് ഫാമിലി ലൈഫിൽ നിങ്ങൾക്കും അതുപോലെയൊക്കെ ചെയ്ത് റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. ദെൻ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ എത്ര ബിസി എന്ന് പറഞ്ഞാലും യു ഹാവ് ടു സ്പെൻഡ് സം ക്വാളിറ്റി ടൈം. കുറച്ച് ക്വാളിറ്റി സമയം നമ്മളെ ഫാമിലിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കണം, വേണമെങ്കിൽ അവരോട് എല്ലാവരും കൂടെ ഇരുന്ന്, ഹസ്ബൻഡും വൈഫും കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് ചെറിയ ഗെയിമുകളൊക്കെ കളിക്കാം. അത് ആ ഒരു റിലേഷന്, അതിൻ്റെ ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആക്കുന്നതിന് ഉള്ള ഒരു കാരണമാണ്. അടുത്ത ഫിസിക്കൽ ടച്ച്, ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഹസ്ബൻഡും വൈഫും പരസ്പരം അവർ ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിയിൽ പോകുമ്പം നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിന്, അപ്പം നമ്മൾ ആ രീതിയിലൊന്നും ബിഹേവ് ചെയ്തില്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിനും ലൈഫ് നല്ല സ്മൂത്തായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണിത്. അപ്പം ഈ ചെറിയ വീഡിയോ ആണ്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. ഈ 5 ടിപ്സുകൾ നിങ്ങൾ എല്ലാവരും
മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലെ റിലേഷൻഷിപ്പ് വീഡിയോസ്, നല്ല വീഡിയോകളുമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ ഇത് വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.